നമുക്കിന്ന് ഒരു മിനി ചോക്കോ ലാവ കേക്കിൻ്റെ റെസിപ്പി നോക്കാം. അതിനായിട്ട് ഒരു ബൗൾ വെച്ചിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ്സിലാണ് ഞാൻ അളവുകളെല്ലാം എടുത്തിരിക്കുന്നത്. ആ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് മൈദ ഇട്ടിട്ടുണ്ട്. അര ഗ്ലാസ് പൊടിച്ച പഞ്ചസാര ഇട്ടിട്ടുണ്ട്. ഒരു 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കാം. ഈ അരിച്ചെടുത്ത മിക്സിലേക്ക് ആ ഒരു ഗ്ലാസ്സിന് ഒരു 1/4 ഗ്ലാസ് ബട്ടർ ചേർക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഓയിൽ ചേർത്താൽ മതി. അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് പാല്, അര ഗ്ലാസ് മുഴുവൻ ഞാൻ ഒഴിക്കുന്നില്ല, കുറേശ്ശെ ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നോക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 1/4 ഗ്ലാസ് പാലും ഒരു 2 ടേബിൾ സ്പൂൺ പാലും കൂടെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പം ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അത് നന്നായിട്ട് മിക്സായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും നമുക്ക് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഓവർ മിക്സ് ആവണ്ട, പയ്യെ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഇനി ഞാനിവിടുത്തെ ഉണ്ടാക്കുന്നത് ഉണ്ണിയപ്പച്ചട്ടിയിലാണ്. അപ്പോൾ ഉണ്ണിയപ്പച്ചട്ടി ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല. ഓൺ ചെയ്യാതെ തന്നെ ഒരു ചെറിയ സ്പൂണിൽ നമ്മൾ എല്ലാത്തിലോട്ടും ബാറ്റർ കുറേശ്ശെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിക്കുന്നതിന് മുമ്പ് നമ്മൾ അതിലേക്ക് ഒന്നെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്യണം. ഇനി അതിലേക്ക് ചോക്ലേറ്റ് പീസസ് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം. എല്ലാത്തിലോട്ടും ഓരോ കുഞ്ഞു പീസ് ചോക്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ഭാഗം ബാറ്റർ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത് നന്നായിട്ട് പൊങ്ങി വരും. ഇനി നമുക്ക് ആ ചോക്ലേറ്റ് എല്ലാം ഒന്ന് മറയുന്ന രീതിയിൽ കുറച്ച് ബാറ്ററും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം എല്ലാം തന്നെ നല്ല രീതിക്ക് ഒന്ന് മറയുന്ന പോലെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഡലിത്തട്ടിൽ വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ സെയിം ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇത്ര ചെറുതായിട്ട് കേക്ക് കിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. ഇനി ഒന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓണാക്കി കുറഞ്ഞ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. 5 മിനിറ്റ് ആകുമ്പോൾ തന്നെ നല്ലതായിട്ട് പൊങ്ങി വരും. ഇപ്പോൾ തന്നെ നല്ല രീതിക്ക് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു സ്പൂൺ വെച്ചൊന്ന് തിരിച്ചിട്ട് കൊടുത്താൽ മതി. വലിയ പാടൊന്നുമില്ല തിരിച്ചിടാനായിട്ട്, പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ പറ്റും. ഇനി ഒരു 3 മിനിറ്റും കൂടെ ഇങ്ങനെ ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തന്നെ എല്ലാം നല്ല വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചട്ടിയിൽ നിന്ന് എടുത്ത് മാറ്റാം. ബട്ടർ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല. പെട്ടെന്ന് തന്നെ മറിച്ചിടാനും എടുക്കാനും ഒക്കെ നമുക്ക് എളുപ്പം പറ്റുന്നുണ്ട്. ഇനിയിപ്പം അതിലേക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ചോക്ലേറ്റിൻ്റെ സിറപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചോക്ലേറ്റ് ഉണ്ടെങ്കിൽ അത് മെൽറ്റ് ചെയ്ത് ഒഴിച്ചാലും മതി. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്